80കളിൽ സിനിമാ മേഖലയിൽ തരംഗം സൃഷ്ടിച്ച നടിയാണ് സിൽക്ക് സ്മിത. 1979 വണ്ടിച്ചക്രം എന്ന സിനിമയിലൂടെയാണ് താരം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് തെന്നിന്ത്യയിലെ ഗ്ലാമറസ് നടി എന്ന ഖ്യാതി അവരെ തേടിയെത്തി. വണ്ടിച്ചക്രത്തിലെ കഥാപാത്രത്തിന്റെ പേരായ സിൽക്ക് എന്ന് കൂട്ടിച്ചേർത്താണ് താരം പിന്നീട് സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 16 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ താരം ഏകദേശം 450ഓളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. വ്യക്തിജീവിതത്തിലെ തിരിച്ചടികളും സാമ്പത്തിക തകർച്ചകളും കാരണം 1996 സെപ്റ്റംബർ 23 നടിയെ ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 80കളിൽ നടൻ രജനീകാന്തും സിൽക്ക് സ്മിതയും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. തമിഴിൽ വിവിധ സിനിമകളിൽ സിൽക്കും രജനീകാന്തും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അന്ന് ഇരുവരും ചെയ്ത ഹോട്ട് ഡാൻസും അന്നവരുടെ രഹസ്യബന്ധത്തിന്റെ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരുന്നു. സിൽക്ക് സ്മിതയോട് അടങ്ങാത്ത അഭിനിവേശമാണ് രജനീകാന്തിന് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. അതേസമയം തങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകളോട് അന്ന് ഇരു താരങ്ങളും പ്രതികരിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം രജനീകാന്ത് സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവുകയും സിൽക്ക് തന്റെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലുമായിരുന്നു. സിനിമകളിൽ സെക്സ് സിംബൽ മാത്രമായി താരം മാറി. നല്ല വേഷങ്ങൾക്ക് വേണ്ടിയുള്ള താരത്തിന്റെ കാത്തിരിപ്പ് അതോടെ അസ്തമിക്കുകയായിരുന്നു. അതേസമയം സിൽക്കിന്റെ ജീവചരിത്രം എന്ന രീതിയിൽ 2011 ബോളിവുഡിൽ ഡേർട്ടി പിക്ചർ എന്ന പേരിൽ സിനിമ ഇറക്കിയിരുന്നു. വിദ്യാബാലനാണ് അതിൽ സിൽക്കിന്റെ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയത്. എന്നാൽ ചിത്രത്തിനെതിരെ രജനീകാന്തിന്റെ ആരാധകർ രംഗത്തു വന്നു. നസ്രുദ്ദീൻ ഷാ അവതരിപ്പിച്ച കഥാപാത്രം യഥാർത്ഥത്തിൽ രജനീകാന്ത് ആണെന്ന തരത്തിലായിരുന്നു അഭ്യൂഹങ്ങൾ. എന്നാൽ ഇതിനെതിരെ ആരാധകർ രംഗത്ത് വന്നതോടെ വിഷയത്തിൽ വിശദീകരണവുമായി സിനിമയുടെ അണിയറ പ്രവർത്തകരും അന്ന് രംഗത്തു വന്നിരുന്നു.